വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ. യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്കായി തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനായി തുറക്കപ്പെടുന്നു. മകനപ്പം ചോദിച്ചാൽ അവനെ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങൾ ആരുണ്ടോ? അവൻ മീൻ ചോദിച്ചാൽ അവനെ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനോട് യാചിക്കുന്നവർക്ക് നന്മകൾ എത്രയധികം നൽകും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും താൻ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായി. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം പുതുക്കുന്ന സമയം. പിതാവിലും പുത്രനിലുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കി പരിശുദ്ധാത്മാവിലും സഭയിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലും എല്ലാം ഉള്ള നമ്മുടെ വിശ്വാസം കൊണ്ട് പുതുക്കുന്നതായ സമയം. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് അമ്പത് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് തരുന്ന കുറ്റബോധം ഉണ്ടാകും. നാളെ നമ്മൾ 50 നോമ്പിലേക്ക് ഒരുങ്ങാൻ തക്കവണ്ണം 10 ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. 50 ദിവസത്തെ നോമ്പിൽ കൊണ്ട് നമുക്ക് വിജയം വരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ദൈവാത്മാവ് നമുക്ക് ബോധ്യമാക്കട്ടെ. പരാജയം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആരും നിരാശപ്പെടേണ്ട. പരാജയങ്ങളെ വിജയത്തിൻ്റെ ചുവട്ടുപടിയാക്കാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പരാജയപ്പെട്ട് ജയിക്കുവാൻ തക്കവണ്ണം പഴയ നിയമം നമ്മളെ തോൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി വെച്ചൊരു പരീക്ഷയാണ് പഴയ നിയമം. തോറ്റതിന് ശേഷം ജയിച്ചാലേ കരുണയുടെയും കൃപയുടെയും വില എന്നാണെന്നറിയുള്ളൂ. കൃപയാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റുള്ളൂ. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ഒരു ക്രെഡിറ്റുമല്ല. നമ്മൾ പാപികളാണെന്ന് സമ്മതിക്കുമ്പോൾ കർത്താവ് ആ പാപിനിയായ സ്ത്രീയെയും കള്ളനെയൊക്കെ പന്തീസാലിൽ കയറ്റിക്കൊണ്ട് പോയതുപോലെ നമ്മൾ കയറ്റിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം നമ്മുടെ സകല പരാജയങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് ഞങ്ങളെ കൊണ്ട് പറ്റി തരാൻ സമ്മതിച്ചിരിക്കും. ദൈവേഷ്ടം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല, നിന്നെ പ്രസാദിപ്പിക്കാൻ ഒക്കുന്നില്ല. പാവി, ക്ഷമിക്കണം. എന്റെ പാവം നീ ഏറ്റെടുത്തു, ഞാനത് സമ്മതിച്ചിരിക്കുന്നു. നീ എന്നെ സൗജന്യമായി രക്ഷിച്ച് കൃപയാൽ തരുന്ന ദാനം ഞാൻ നന്ദിയോടെ ഓർത്ത് നിന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നോളാം എന്ന് പറഞ്ഞ് കർത്താവുമായിട്ടൊരു പുതിയ ഉടമ്പടി ചെയ്യുവാൻ തോന്നും. പഴയ ഉടമ്പടി നമ്മൾ കുറ്റക്കാരാണെന്ന് ബോധ്യമാക്കാനും പുതിയ ഉടമ്പടി നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെടുന്നവരാണെന്നുള്ള കാര്യം ബോധ്യമാക്കുവാനെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് 50 നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പരസ്പരം ക്ഷമിച്ചും ക്ഷമ വാങ്ങിച്ച് ക്ഷമ കൊടുത്തും ദൈവത്തിൻ്റെ കൃപ ഏറ്റുവാങ്ങുവാനപ്പോൾ നമ്മൾ ഒരുങ്ങുന്ന സമയം. ശുഭ്കോന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. നാളെ കഴിഞ്ഞൊക്കെയായി പല പള്ളികളിലും പലയിടങ്ങളിലുമായി ശുഭ്കോന ശുശ്രൂഷ നടക്കും. അങ്ങനെ നമ്മൾ നിരപ്പിൻ്റെ അനുഭവത്തിൽ നമുക്ക് ഈ വിശുദ്ധ കുർബാന 50 നോമ്പിൻ്റെ വിജയകരമായ ആ യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സർവായുധം ധരിക്കുവാനുള്ള അവസരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഓർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടാത്തതിലുള്ള പരിഭവത്തിലും പരാതിയിലും കഴിഞ്ഞുകൂടുകയാണ്. അതെല്ലാം പിൻവലിച്ചിട്ട് മറ്റുള്ളവർ നമുക്ക് തരാത്തത് കർത്താവിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്താൽ പ്രശ്നം തീരുമെന്നുള്ള കാര്യം പഠിപ്പിച്ചിരിക്കുക. അവിടെ എല്ലാ പരിഭവങ്ങളും പരാതികളും പിൻവലിച്ചിട്ട് ആരെനിക്ക് എന്നൊക്കെ തരാതിരുന്നാലും ആരെല്ലാം എന്നെ എന്തെല്ലാം ചെയ്താലും എനിക്കിനി പരിഭവമില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. അവിടെയാണ് പ്രശ്നം ആരംഭിച്ചത്. അവിടെ തുടർന്ന് കണക്ക് കൂട്ടാം. നമുക്ക് മറ്റുള്ളവർ തരാത്തതിൻ്റെ കാര്യം തൊട്ടുള്ള കണക്കേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മളെ കൊണ്ട് കൊടുക്കേണ്ട കണക്ക് നമ്മുടെ കയ്യിലില്ല. ആദ്യം നേരത്തെ തൊട്ട് കണക്ക് നമ്മൾ നമ്മുടെ പൂർവ്വരും ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല, മനുഷ്യർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല, പിശാചിന് കൊടുക്കേണ്ടതും കൊടുത്തില്ല. അവന് നമ്മുടെ ചില അവകാശമുണ്ട്, നമ്മൾ അവനെ വിറ്റതാ. അപ്പം അങ്ങനെ മനുഷ്യർക്കും ദൈവത്തിനും പിശാചിനും പലതും കൊടുത്തു തീർക്കട്ടെ നമ്മളിപ്പോഴും പരാതിയും പിറുവിറുപ്പും കൊടുക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കർത്താവ് എനിക്ക് ഒരു അർഹതയില്ല, ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഈ നോയമ്പെടുത്ത് അടുത്ത പെന്തക്കോസ്ത് പെരുന്നാളിൽ ആത്മഫലങ്ങൾ വിളയിക്കുന്ന വിളഭൂമിയായി മാറി ഇങ്ങോട്ട് തരാത്തല്ല ഞാൻ വിളയിച്ച് അങ്ങോട്ട് കൊടുത്തോളാം. അതുവരെ പരിശുദ്ധന്മാരുടെ ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ചവരും ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് കടം വാങ്ങിക്കാനും കൊടുത്തു തീർക്കാനും അങ്ങനെ പ്രതീക്ഷകൾ മാറ്റി എഴുതുവാൻ തക്കവണ്ണം ഇന്നത്തെ വേദഭാഗത്തെ എന്ന് ഉപയോഗിക്കുന്നു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യുന്നത് എന്തെന്ന് നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നുവോ അത് അവർക്ക് ചെയ്യുവീൻ. നിങ്ങൾ അവർക്ക് ചെയ്താൽ ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരെന്ന് പറയുന്നത്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകന്മാരിൽ ചുരുക്കം ഇതാണ്: ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു, കിട്ടാത്തതിന് നന്ദി പറഞ്ഞോളുക, കിട്ടാത്തത് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരികെ കിട്ടാൻ തുടങ്ങും. അതാണ് മുമ്പേ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് വേണ്ടതിന് ലഭിക്കും എന്ന് പറഞ്ഞ ആ വചനം അന്വർത്ഥമാക്കുവാൻ 50 നോമ്പ് പുതുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുരോഹിതരെന്ന നിലയിൽ ഞങ്ങളെക്കുറിച്ച് പരാതികളുണ്ട്.
പാവാതിരുമേനി തൊട്ടിട്ടുള്ള എല്ലാ പുരോഹിത വർഗവും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ പുരോഹിതർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കൊടുത്തോ, അവരെ ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിച്ചോ, ദൈവത്തിനോട് കൊടുക്കേണ്ടതോ, എല്ലാവരും അങ്ങനെ അവരവരുടെ കുറ്റം ഏറ്റു പറഞ്ഞ് തമ്മിൽ നിരന്നാൽ നമുക്ക് ഒരുമനപ്പെട്ട് ദൈവസ്ഥിതിയിലേക്ക് ഈ വിശുദ്ധ കുർബാന എത്തി അതെങ്കിലും സമാധാനമായി തീരുവാൻ ഞങ്ങൾ 2 പുരോഹിതർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. സഭയിലുള്ള എല്ലാ പുരോഹിതന്മാരുടെയും പ്രതിനിധികളായി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ എല്ലാ പരിഭവങ്ങളും പരാതികൾ പിൻവലിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദിവസത്തിലേക്ക് പ്രവേശിക്കാം. സഹോദരീ സ്ഥലങ്ങളെ മാതാക്കളെ ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. കുർബാന അംഗീകരിക്കുവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദ്യത്തിന്റെ കണ്ണിൽ ഉണ്ടായിക്കിട്ടെയാണ്. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിൽ ഏകമധ്യസ്ഥനായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പിതാവിൽ നിന്ന് വാങ്ങിച്ചിരുന്ന അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്ന സമയം വിജയകരമായ 50 നോമ്പെടുക്കുവാൻ മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും നല്ല മാതൃകൾ എങ്ങനെ നമുക്ക് ഉതകും, നമ്മുടെ പരാജയങ്ങളെ നമുക്കെങ്ങനെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കാം എന്നൊക്കെയും അറിയുവാൻ തക്കവണ്ണം നമ്മൾ മാതാവിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതം പരിശോധിക്കുകയാണ്. ഗിരിപ്രഭാഷണത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച കാര്യം നമ്മൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? ന്യായപ്രമാണവും പ്രവാചകന്മാർ ഇത് തന്നെ. അപ്പൊ പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരും പഠിച്ച കാര്യത്തിന്റെ ചുരുക്കം കർത്താവ് ഇവിടെ ഇതാ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞ കാര്യത്തിന്റെ എസൻസ് ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് ലഭിച്ചിട്ടുണ്ടോ? അത് നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടോ? അതെന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുകയും. നമുക്കിത് സാധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർ നമുക്ക് ചെയ്യണമെന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ എല്ലാം നമ്മൾ അവർക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നമ്മുടെ പരിഭവം മറ്റുള്ളവരെ നമുക്ക് തരേണ്ടത് തന്നില്ലെന്നുമാണ്. ഇങ്ങനെ വലിയ തർക്കത്തിൽ കിടക്കുക വിഷയം. നമുക്കെന്നും നമ്മുടെ ഹൃദയത്തിൽ പരിഭവങ്ങളും പരാതികളും കൊതിക്കറിവുകളുമാണ്. എല്ലാവരെ കുറിച്ചുള്ള പ്രതീക്ഷയ്ക്കനുസരിച്ച് വേണ്ടത് കിട്ടിയില്ല. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അങ്ങോട്ട് പിന്നെ പകവീട്ടാനും എതിരിടാനും അസൂയപ്പെടാനും പെരുവീർക്കാനും ഒക്കെ പിന്നെ തുടങ്ങുകയാണ്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ മറ്റുള്ളവർ ഇങ്ങോട്ട് തരണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതെങ്ങനെ കൊടുക്കും? ഇല്ലാതെ എങ്ങനെ കൊടുക്കുന്നു? ഇല്ലാത്തതുകൊണ്ടല്ലേ ആഗ്രഹിച്ചത്. ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരിൽ പ്രതീക്ഷിച്ചത്. കൊടുക്കാനും ഒത്തില്ല, വാങ്ങാനും വാങ്ങിയില്ല, രണ്ടുപേരും നമ്മൾക്ക് അടിപിടിയായപ്പോൾ. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ അവർ തരേണ്ടത് അവർക്ക് കൊടുക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പറഞ്ഞത് ഇതാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിന് വിരോധമായ ഒരു ന്യായപ്രമാണവും ഇല്ല. അതെവിടെ എഴുതിയിരിക്കുന്നു? അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9 ആത്മഫലങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയുക. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്തത, സമിതി എന്തിരെ ഈ ആത്മഫലങ്ങൾ വിളയിച്ച് മറ്റുള്ളവർക്ക് അങ്ങോട്ട് ആദ്യം കൊടുക്കണമെന്നാണ് നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ ആത്മഫലങ്ങൾ വിളയിക്കുന്ന വിളഭൂമിയായി നമ്മൾ മാറണം. അതാണ് പഴയ നിയമത്തിലെ കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം, എല്ലാം സമൃദ്ധിയായിട്ട് കവിഞ്ഞൊഴുകുന്ന സ്ഥലമാണ് പർദീസ. ആ പർദീസയിലാണ് ആദാമിനെ ഹവ്വായെയും ദൈവം ആദ്യമാക്കിയിരുന്നത്. പക്ഷെ അവർക്ക് ആ കിട്ടിയതിന് നന്ദി പറയാനൊക്കാതെ കിട്ടാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം, അത് മാത്രം കിട്ടിയിട്ടില്ല. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അങ്ങേപ്പുറയുണ്ട്. ഇത് രണ്ടും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവർക്ക് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അത് അവർ ശ്രദ്ധിച്ചിട്ടുമില്ല. നന്മതന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലമായ ഈ കണ്ടാ കൊള്ളാവുന്നത് ഇന്നാ കൊള്ളാവുന്ന ഈ ഫലം എന്തുകൊണ്ട് തന്നില്ല എന്ന് പറഞ്ഞുള്ള ആ തരാത്തതിനെ കുറിച്ചുള്ള പെറുകുറുപ്പിലാണ് ഈ ആദ്യ മാതാവായ ഹവ്വ ആ യന്ത്രത്തിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത്. എതിലേ പോയാലും നടുക്ക് നിൽക്കുന്ന വൃക്ഷമൊന്ന് നോക്കും. എങ്കിലും ഈ അപ്പച്ചൻ ഞങ്ങൾക്കത് തന്നില്ലല്ലോ. എത്ര മനോഹരമായിരിക്കും അത് കണ്ടാൽ, തിന്നാൽ എത്ര നല്ല രുചിയായിരിക്കും. ഇത് മാത്രം തരാതെ വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ള ആ ചിന്തയിൽ കിട്ടിയതിനൊന്നും നന്ദി പറയാനൊക്കാത്ത സാഹചര്യം വന്നു ചേർന്നു. ഈ വല്യമ്മച്ചിയുടെ സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും രക്തത്തിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും
അതിന് നന്ദി പറയാനൊക്കെ അതില്ലാത്ത ഏതെങ്കിലും കാര്യത്തെ കയറി പിടിച്ചോട്ട് അതുള്ളവരോട് അനുസൂയപ്പെട്ട് പിറുപിറുത്ത് നമ്മുടെ ഉള്ള അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ജന്മന നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഉള്ളതിന് നന്ദി പറയാതെ ഇല്ലാത്തതിന് പിറുപിറുക്കുന്ന അനുഭവം. ആ അനുഭവമാണ് നമ്മളെ ദൈവരാജ്യത്തിന് അന്യമാക്കുന്നത്. ദൈവരാജ്യം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതുകൊണ്ടാണ് ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് റോമർ 14:17 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നീതിയും സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത് ആത്മഫലമായി വിളയിച്ചെടുക്കുവാൻ നമ്മുടെ ഹൃദയത്തെ വിളഭൂമിയായി മാറ്റി ഇങ്ങോട്ട് തരാത്തവർക്ക് ആദ്യം അങ്ങോട്ട് കൊടുക്കാമെങ്കിൽ അത് അവിടെ പോയിട്ട് തിരികെ വരാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. പരിശുദ്ധ കന്യമറിയാമാണ് ആ പ്രശ്നത്തിൽ പരിഹാരം വരുത്തിയത്. പരിശുദ്ധ കന്യമറിയാമിനൊന്നും വേണ്ടായിരുന്നു. മനുഷ്യജാതിയുടെ പ്രശ്നം ഒന്ന് തീർന്നാൽ മതി. വല്യമ്മച്ചിയുടെ ആ ശാപം ഒന്ന് മാറി കിട്ടണം. വല്യമ്മച്ചി വല്യമ്മച്ചി ഉണ്ടാക്കിയ ശാപം ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ ചതയ്ക്കണമെന്നുള്ള ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്നാ കഴിയുന്നത് ഞാൻ ചെയ്തേക്കാം, എനിക്കൊന്നും വേണ്ട, പാപപ്പാമ്പ് തലയതിക്കുന്ന സന്തതി എന്നുണ്ടായാൽ മതിയായിരുന്നു. ആ സന്തതി വളർന്നു വന്നിട്ട് പാപപ്പാമ്പ് തലയും ചതച്ചിട്ട് ആത്മഫലങ്ങൾ വിളയിച്ച് ഇല്ലാത്തവർക്ക് എല്ലാം അങ്ങോട്ട് കൊടുക്കട്ടെ, എൻ്റെതെല്ലാം അങ്ങോട്ട് മാറിയിരിക്കട്ടെ. അപ്പോൾ കന്യമറിയാമിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഭൂതപ്രാർത്ഥന നടത്തുമ്പോൾ കന്യമറിയാമെന്നോട് പറയാനുള്ളത്, മക്കളെ, നമ്മുടെ പ്രശ്നം ഇതാണ്. വല്യമ്മച്ചിയുടെ സ്വഭാവം രക്തത്തിൽ കിടപ്പുണ്ട്. അതിനെ മരവിപ്പിച്ചിട്ട് എനിക്കിനി ഒന്നും ആരിൽ നിന്ന് ഒരു പ്രതീക്ഷയുമില്ല. വല്യമ്മച്ചി ഉണ്ടാക്കിയതായ ആ ശാപം തീരാൻ വേണ്ടി, ആ ശാപം ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി എനിക്ക് നിന്നെയല്ലാതെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമായ യേശുവിനെ മാത്രം എനിക്ക് മതി, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ പോലെ എനിക്ക് വേണ്ട, കർത്താവ് തരികയാണെങ്കിൽ തരുന്നത് മതി. ആ ഒരു മനോഭാവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമോ? പരിശുദ്ധ കന്യമറിയാം, നിന്റെ ഇഷ്ടം മാത്രം എനിക്ക് നടന്നാൽ മതി. ആ ജീവന്റെ അപ്പമായ യേശുവിനെ സ്വീകരിപ്പാൻ ഒരു കന്യക വേണമെങ്കിൽ അത് ഞാനായിക്കോട്ടെ, ഒരു സ്ത്രീ വേണമെങ്കിൽ അത് ഞാനായിക്കോട്ടെ, എല്ലാം മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കന്യമറിയാമിന് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമായ യേശുവിനെയാണ് കിട്ടിയത്. ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമായ യേശുവിനെയും കൊണ്ട് മാതാവിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. ആ മാതാവിന് ഒന്നും ഇങ്ങോട്ട് കിട്ടിയില്ലേലും കിട്ടിയതെല്ലാം കൊടുത്തുകൊണ്ടേയിരുന്നു. കിട്ടിയ ഈ യേശുവിനെ 30-ാം വയസ്സിൽ മനുഷ്യജാതിക്ക് മുഴുവന് വേണ്ടി കൊടുത്തു. എൻ്റെ മോനെ, 30 വയസ്സ് വരെ നീ എൻ്റെ അവിടെ താമസിച്ചു, എനിക്ക് നിന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കാനൊക്കെ എനിക്ക് വേറെ ആരും ഇല്ലെങ്കിലും നിന്നെ എനിക്ക് തന്നത് രോഗരക്ഷകനായിട്ടാണ്. നിന്നെ യേശു എന്ന് പേര് വിളിച്ചത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഇതാ തിന്മയത്തിലെ നമ്മെ തീർക്കാൻ പ്രായമാകുന്ന ഒരു തൈരും തേനും കൂടെ നീ ഉപയോഗിച്ചു. ഇപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു. നീ ദൈവത്തിൽ പറഞ്ഞ വാക്ക് പാലിക്കണം. നീ മനുഷ്യജാതിക്ക് വേണ്ടി മുഴുവൻ മരിച്ചുയർത്തെഴുന്നേൽക്കണം. എങ്കിലേ മനുഷ്യന്റെ പ്രശ്നം തീരുള്ളൂ. ആ കാൽവറി മലയിൽ ഈ മനുഷ്യരുടെ പാപശാപങ്ങൾ ഏറ്റുകൊണ്ട് മരിച്ച് പാപപ്പാമ്പിന് തലചതച്ച് ഏതും തോട്ടത്തിൽ കയറി പാമ്പിന്റെ ആ പ്രശ്നം തീർക്കണം. എന്നിട്ട് പർദീസ നമുക്ക് വീണ്ടും നേടിയെടുക്കണം. വല്യമ്മച്ചി യൗവ നഷ്ടപ്പെടുത്തിയ പർദീസ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ് മാതാവ് എല്ലാം മാറ്റിവെച്ച് നിന്റെ ഇഷ്ടം മാത്രം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധ കന്യമറിയാമിന്റെ ഉള്ളിൽ ദൈവരാജ്യത്തിന്റെ അനുഭവം പൂർണ്ണമായത്. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആ പരിശുദ്ധ മാതാവിന്റെ ഹൃദയം ദൈവത്തിന്റെ നീതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ബദ്ധപ്പാടിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞ ന്യായപ്രമാണവും പ്രവാചകന്മാർ മുഴുവൻ ധ്യാനിച്ചിട്ട് കിട്ടിയ ബോധ്യമാണ്, രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ മോചനമില്ല. പാപം മൂലം വന്ന പ്രശ്നം പരിഹരിക്കുന്നത് പാപം ഇല്ലാത്ത ഒരാളെ കൊണ്ടേ പറ്റുള്ളൂ. അത് മനുഷ്യനുമായിരിക്കണം. അപ്പോൾ മനുഷ്യന്റെ പാപശാപങ്ങൾ പരിഹരിക്കാൻ പാപമില്ലാത്ത ഒരു മനുഷ്യൻ ജനിക്കണം. എന്നാൽ പാപം വഹിച്ചുകൊണ്ട് ആ പാപിക്ക് വേണ്ടി മരിക്കണം. എങ്കിൽ മാത്രമേ അത് മറുവിലയായി മനുഷ്യജാതിക്ക് രക്ഷയുണ്ടാവുകയുള്ളൂവെങ്കിൽ പാപമില്ലാത്ത വഴിയിൽ കൂടെ ദൈവം വന്ന് മനുഷ്യനായി ജനിച്ചോ, എന്നെ വിട്ടു തരി, എനിക്ക് കല്യാണം വേണ്ട, ഞാൻ കന്യയായിരുന്നുകൊണ്ട് തന്നെ കന്യാവൃത്തിനും അങ്ങം വരാതെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിഴലടിയിൽ ഞാൻ ഈ ദൈവത്തിന്റെ പുത്രനെ ഏറ്റുവാങ്ങി വളർത്തി കൊടുത്തേക്കാം. അവൻ മനുഷ്യജാതിയുടെ പാപപ്പാമ്പിന് തലയതിക്കുന്ന ആ വലിയ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞ് മാതാവ് സകലവും വിട്ടുകൊടുത്തതുകൊണ്ടാണ് മാതാവിന് അനേകർക്ക് ഇന്ന് സംതൃപ്തിയും അനുഗ്രഹവും വാരിക്കൊടുക്കാൻ സാധിക്കുന്നത്. കാനാവിലെ കല്യാണ വീട്ടിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നാളത്തെ വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. കാനാവിലെ കല്യാണ വീട്ടിലെ ഇല്ലായ്മയും അല്ലായ്മയും പരിഹരിപ്പാൻ മാതാവിന് എങ്ങനെ കഴിഞ്ഞു? മാതാവ് അവിടുത്തെ അതെല്ലാം കണക്കൂട്ടി നോക്കി. വീഞ്ഞ് തികയാതെ വരും, അതിനെന്താ പരിഹാരം? മോനോട് പറഞ്ഞാൽ മതി. മോനോട് പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞത്? സമയമാകുമ്പോൾ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വിവരം പിതാവിനെ അറിയിച്ച, മോനെ, ഈ ഇല്ലായ്മയും അല്ലായ്മയും പരിഹരിക്കാൻ വേണ്ടിയും കൂടിയാ
നിന്നെ ഈ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന വെള്ളത്തെ വീഞ്ഞാക്കി ആ വീടിൻ്റെ പ്രശ്നം പരിഹരിച്ച് ആ വീട്ടിലെ കല്യാണം ഭംഗിയാക്കിയതുപോലെ നമ്മുടെ എല്ലാവരുടെയും കല്യാണം ഒന്ന് നടന്നു കിട്ടണം. നമുക്ക് എല്ലാവർക്കും ഉറച്ചിരിക്കുന്ന ഒരു കല്യാണമുണ്ട്. ഏതാ അത്? സ്വർഗീയ മണവാളനായ യേശുവായിട്ടുള്ളൊരു വിവാഹ നിശ്ചയം. ആ വിവാഹ നിശ്ചയം മാമോദിസായി നടന്നതാണ്. കല്യാണം ഇതുവരെയും നടന്നിട്ടില്ല. അതിൻ്റെ ദുഃഖം നമ്മൾ ആദ്യം തീർക്കണം. ആ ദുഃഖമാണ് ആദ്യം തീരേണ്ടത്. അതുകൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മാമോദിസായ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല. ആ മണവാളിൽ നിന്ന് വിഷമിക്കുന്നു. ഈ മണവാട്ടിയുടെ പേരിലുള്ള കേസ് തീർക്കാൻ ബന്ധപ്പെടുന്നു. അവൾക്ക് വേണ്ടി അവൻ വേദനിക്കുന്നു. ഞാൻ മുഖാന്തരം അവന് വേദന ഉണ്ടാകുകയില്ല. ഞാൻ മുഖാന്തരം അവന് സ്വസ്ഥത കൊടുക്കുമെന്ന് വിചാരിച്ച് അതിന് 1-ാം സ്ഥാനം കൊടുക്കാമെങ്കിൽ, അതിന് 50 നോമ്പ് മാറ്റി വെക്കാമെങ്കിൽ, നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും ദൈവസേനയ്ക്ക് സമർപ്പിച്ചിട്ട് കർത്താവ് പറയുന്നതനുസരിച്ച് കണ്ണുനീരിൻ്റെ വെള്ളം കോരി കൊടുക്കാമെങ്കിൽ അതിനെ വീഞ്ഞാക്കി പരിശുദ്ധാത്മാവിന് സന്തോഷമാക്കി അത് ഇങ്ങോട്ട് തരാത്ത അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കും. ഏത് വീട്ടിൽ പോയി ഏത് ഓഫീസിൽ പോയാലും ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണും. അത് കണ്ട് പെറുവിറുക്കാനല്ല, ആ ഇല്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന വിശ്വാസം ആ മാതാവിനും ആ കർത്താവിനും ഉണ്ടായിരുന്നതുപോലെ ചെല്ലുന്ന പള്ളി, ചെല്ലുന്ന ഓഫീസ്, വീട്, സാഹചര്യങ്ങൾ, അവിടെയൊക്കെ ചില കുറവുകൾ കാണും. ആ കുറവ് എത്രയും നേരത്തെ കണ്ടെത്തി അത് കർത്താവുമായിട്ട് ആലോചിച്ച് രഹസ്യമായി അതിന് പരിഹാരം വരുത്താമെങ്കിൽ ആ കുറവ് പരിഹരിക്കുന്ന പാത്രമായി ആ മുഖാന്തരമായി നമ്മൾ മാറും. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ രക്ഷണ പേരിൽ പങ്കുചേരാൻ സാധിക്കുന്ന കാര്യം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ദൈഹിക മണ്ഡലം ആത്മഫലം വിളയിക്കുന്ന ആ ഒരു വേദിയായി മാറണം. പരിശുദ്ധ കന്യമറിയാം തൻ്റെ പള്ളിയിലെ താമസം കൊണ്ട് ആദാമിന് ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ട പർദീസ വീണ്ടെടുക്കാൻ യെശയ്യാ 51-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മരുഭൂമിയിൽ ഏതന്തോട്ടം പണിയെന്ന് പണിയാൻ ചെയ്തുകൊണ്ട് മാതാവിൻ്റെ എന്നുള്ള പ്രാർത്ഥന, ദൈവമേ എൻ്റെ വല്യമ്മയ്ക്ക് ഒരു നല്ല 1-ാം തരം ഏതന്തോട്ടം കളഞ്ഞു വിളിച്ചു, എനിക്കതൊന്ന് വീണ്ടെടുക്കണം. അതുകൊണ്ട് എനിക്കിട്ടിരിക്കുന്ന മരുഭൂമിയുടെ അനുഭവം ആ ഒരു ബാലികയായി ദേവാലയത്തിൽ താമസിക്കുന്ന സമയത്ത് തനിക്ക് കിട്ടിയ സമയം മുഴുവനും മരുഭൂമിയാക്കിക്കൊണ്ട് ഏകാന്തതയിൽ മാറിയിരുന്ന അവിടെ വന്ന സംഭവങ്ങൾ മുഴുവൻ നിരീക്ഷിച്ച് തൻ്റെ ഹൃദയത്തിൽ ഒരു ഏതന്തോട്ടം പണിയുകയായിരുന്നു. ആ ഏതന്തോട്ടത്തിലെ എല്ലാ സമൃദ്ധമായ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുവാൻ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമായി യേശുവിനെയാണ് മാതാവ് ആദ്യം ആസ്വദിച്ചത്. അതിനുശേഷം തനിക്ക് പാപം ചെയ്യുവാനുള്ള ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതിനെ അതിജീവിച്ചുകൊണ്ട് വിലക്കപ്പെട്ടത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് യേശുവിനെ മാത്രം ഉൾക്കൊണ്ടപ്പോൾ മാതാവിന് ഒരമ്മയാകുന്ന ഭാഗ്യം കിട്ടി. കന്യകയാണ്. കുഞ്ഞിനെ പാലൂട്ടുന്ന സന്തോഷം കിട്ടി, കുഞ്ഞിനെ വളർത്തുന്ന സന്തോഷം കിട്ടി, ഭർത്താവിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 100 മടങ്ങ് അനുഗ്രഹം, സ്നേഹം പരിശുദ്ധാത്മാവ് കൊടുത്തു. സന്തുഷ്ടയായി, സംതൃപ്തിയായി, വരുന്നവർക്കെല്ലാം വാരി അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാതാവ് പോയ വഴിയെന്ന് പോകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ പരിഭവങ്ങളും പരാതികളും പിൻവലിച്ചു. നമ്മുടെ ഹൃദയമാകുന്ന വയൽ ആത്മഫലം വിളയിക്കുന്ന വേദിയായാൽ മതി. അതിനെ പറിച്ചെടുത്തില്ലാത്തവർക്ക് അങ്ങോട്ട് കൊടുത്ത് അവിടെ ദൈവരാജ്യം പണിത് മാതാവിനെ പോലെ ചെന്ന് കയറുന്ന വീടുകളുടെ ഇല്ലായ്മകൾ പരിഹരിച്ച് നമ്മൾ ചെന്ന് കയറുന്ന ഓഫീസിൽ ചെന്ന് കയറുന്ന ഇടങ്ങൾ അവിടെ ആത്മഫലങ്ങൾ വിളയിക്കാൻ വാങ്ങുന്നതിനെ കൊടുക്കുന്ന ഭാഗ്യം ആസ്വദിക്കാനാണെന്ന കാര്യം ഓർത്തുകൊണ്ട് അതിന് ആ ആത്മഫലങ്ങൾ വിളയിക്കുന്ന കൃഷിഭൂമിയായി നമ്മളെ മാറ്റുവാൻ, അവിടെ ആത്മഫല വിളയിക്കുന്ന രസമായി നിൽക്കുന്ന എല്ലാ കളകളും പറിച്ച് കളയുവാൻ ഈ വരാൻ പോകുന്ന 50 പൊതുവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാതാവിന്റെ നാമത്തിലുള്ള ഈ ധൂപപ്രാർത്ഥന എഴുന്നേൽക്കി നിൽക്കാം. മാതാവിന്റെ ബാങ്കിൽ നിന്ന് ആത്മഫലങ്ങൾ കടം വാങ്ങിച്ചു. നമുക്കിപ്പം ഇങ്ങോട്ട് കിട്ടാത്തത് അങ്ങോട്ട് കൊടുക്കാൻ കയ്യിലില്ലാത്തതുകൊണ്ട് മാതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അപ്പോസ്തലന്മാരിൽ നിന്ന് കടം വാങ്ങിച്ച് ഇല്ലാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാം. അമ്മായിമ്മ പോരും നടത്തുന്ന അമ്മായിമ്മയ്ക്കും, നാത്തൂൻ പോരും നടത്തുന്ന നാത്തൂനും, ആങ്ങളയ്ക്കും ഭർത്താവിനും അയൽക്കാർക്കും ഇങ്ങോട്ട് തരാത്ത അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങുക. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ യേശുവിനെ അവർ കണ്ടെത്തിയിട്ട് അവരിങ്ങോട്ട് തിരികെ തരാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ധൂപപ്രാർത്ഥന തുടരുകയാണ്. 50 നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ശേഷിച്ചിരിക്കുന്ന ഒരു ദിവസം വിജയകരമായ 50 നോമ്പിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നാളെ നിങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പോൾ വായിച്ചു കേൾക്കാൻ പോകുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയാണ്. എല്ലാവർക്കും അറിയാവുന്നത്. കൊത്തിനെ പട്ടണത്തിലെ അല്ലെങ്കിൽ കാനായിലെ കല്യാണ വിരുന്ന്, ഗലീലായിലെ കാനായിലെ കല്യാണ വിരുന്ന് ഉണ്ടായിരുന്നപ്പോൾ യേശുവിൻ്റെ മാതാവോടെ ഉണ്ടായിരുന്നു. അതാ ഇന്നത്തെ സന്ദേശം. മാതാവിൽ നിന്ന് പഠിക്കാനുള്ള പാഠം. 50 നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മാതാവിനെ നമ്മൾ ഓർക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ കല്യാണത്തിന് പോയിട്ടുള്ളവരാ, പല കല്യാണത്തിന് പോയിട്ടുള്ളവരാ. എന്തിനാ കല്യാണത്തിന് പോയത്? കല്യാണത്തിന് വിളിച്ചപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഓടി ഒന്നും ഉണ്ടാവല്ലോ എന്നാണോ? എല്ലാം കിട്ടുമല്ലോ, ചില സ്നേഹം കിട്ടും, ചില ബഹുമാനം കിട്ടും. വെള്ളം അടിക്കുന്നവരാണെങ്കിൽ ഒരു പേർക്ക് അടിക്കാം,
എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. കാരണം സീക്രട്ടായിട്ട് കൊടുക്കുന്ന വീടുകളുണ്ട്. ഇങ്ങനെ ഒരു കല്യാണം വിളി എന്ന് കേട്ടാൽ ഉടനെ തന്നെ നമ്മുടെ ആശകളൊക്കെ സാധിക്കാൻ പറ്റിയ, സ്നേഹം കിട്ടുന്ന സ്ഥലം, സന്തോഷമുള്ള സ്ഥലം, വയറ് നിറച്ച് ആഹാരം കിട്ടുന്ന സമയം, എല്ലാവരും കുശലം ചോദിക്കുന്ന സ്ഥലം, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഈ ആഭരണങ്ങളും നമ്മുടെ സാരിയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയ സ്ഥലം, നമ്മളെ ഒന്നാം തരം വസ്ത്രങ്ങളൊക്കെ ഒന്ന് കൊണ്ടുചെന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിന് വിലയിടുന്ന സമയം, ഇങ്ങനെയൊക്കെ ഒരു അവസരമായിട്ടാണ് കല്യാണ വീടിനെ കാണുന്നത്. നമ്മുടെ മാതാവ് പരിശുദ്ധ കന്യാമറിയാൻ കല്യാണ വീട്ടിൽ പോയത് എന്തിനാ? ഉണ്ണാനാണോ? വീഞ്ഞു പിടിക്കാനാണോ? അല്ല, എന്തിനാ? ആ കല്യാണം ഭംഗിയാക്കാനാണ്. ആ കല്യാണത്തിന് കുറവ് വല്ലതും ഉണ്ട്, എനിക്കതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അങ്ങനെ ആരെങ്കിലും കല്യാണത്തിന് പോയിട്ടുണ്ട്? അങ്ങനെ കല്യാണത്തിന് പോകണമെന്നാണ് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വിളിക്കപ്പെട്ടാൽ എന്നാ കിട്ടുമെന്നല്ല വിചാരിക്കേണ്ടത്, എന്നാ കൊടുക്കാൻ സാധിക്കും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ആ ഭാഗ്യം നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ആ സ്വഭാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാതാവിനെ എൻ്റെ ആ വീട്ടിലെ കല്യാണം എങ്ങനെ ഭംഗിയാക്കാം? ആരും അറിയാത്ത കുറവുകൾ അവിടെ ഉണ്ടോ? നാണം കെട്ട് പോവോ? കല്യാണം മോശമായി പോവോ? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ ആരെങ്കിലും പള്ളിയാനത്തിന് പോകാറുണ്ടോ? എന്നെ ഒത്തിരി കല്യാണത്തിന് വിളിക്കാറുണ്ട്, ഞാൻ പോകാറില്ല. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ പറയാം, ആ കല്യാണത്തിന് നിങ്ങൾ അറിയാത്ത ചില കുറവുകളോട് ഞാൻ മാറിയിരുന്നത് പരിഹരിക്കാൻ കല്യാണം മുടക്കിയ എല്ലാ കല്യാണത്തിനും ഉണ്ട്. അപ്പോൾ എത്ര കല്യാണം മുടക്കിയുണ്ട്, എത്ര വാരിയല് മുടക്കിയുണ്ട്, എത്ര സന്തോഷം മുടക്കിയുണ്ട്, സ്നേഹം മുടക്കിയുണ്ടെന്ന് നോക്കി അതിനെല്ലാം വിളിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോയി അതിനെ വേറെ വഴിക്ക് തിരിച്ചുവിട്ട് കല്യാണം ഭംഗിയാക്കുന്ന എൻ്റെ പരിപാടി. ഈ മാതാവിൻ്റെ അടിമയായതുകൊണ്ട് ഞാൻ അവിടെ കന്യാമറിയാനൊരു അടിമയാണ് ഞാൻ. അപ്പോൾ യജമാനത്തിയോട് ചോദിക്കുമ്പം എന്നെ കല്യാണത്തിന് വിളിച്ചു, മോനെ നീ ഇവിടെ നിന്നു, നീ അവിടെ കയറുന്നു പ്രാർത്ഥിച്ചു, ആ കല്യാണം ഭംഗിയാക്കാൻ നമുക്ക് കുറവ് എന്നാന്ന് നോക്കി ആരോടും ആ കുറവ് പറയാതെ പരിഹരിക്കാമെന്ന് പറയും. അതെന്നെ പണി. അപ്പം ഞാൻ കല്യാണത്തിന് വരാൻ വരുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. വരാത്തതിൻ്റെ കാര്യം ഇനി വിളിച്ചാൽ ഇതായിരിക്കും പറയാൻ പോകുന്നത്. മാതാവിൻ്റെ ആ സ്വഭാവം നമുക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മാതാവിനെ ആ കല്യാണത്തിൽ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു? 3-ാം ദിവസം ഗലീലയിലെ കാനാവിലെ കല്യാണ വിരുന്നിന് മാതാവ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നേരത്തെ ഇപ്പോൾ കല്യാണത്തിന് അന്നേരം ഉണ്ണാനല്ല ചെല്ലേണ്ടത്, പക്ഷെ നേരത്തെ ഒന്ന് പോകണം. 2-3 ദിവസം മുമ്പേ ഒന്ന് പോയെന്ന് അന്വേഷിച്ച് ആരെങ്കിലും പോകാറുണ്ടോ? കല്യാണത്തിന് ഒരുക്കം ഒറ്റയ്ക്കായി പെണ്ണൊരുങ്ങിയോ ചെറുക്കനൊരുങ്ങിയോ വല്ല കുറവുണ്ടോ? ഏതെങ്കിലും വിഷമത്തിൽ അവർ നീറി പോയുന്നുണ്ടോ? അവരെ കടം ചോദിക്കാൻ മടിക്കുന്നവരായിരിക്കും. പൈസ കഴിയുന്നില്ല, അത്യാവശ്യം നടക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാം കൊണ്ട് കൊടുക്കാൻ വലിയ ആശ്വാസമായിരിക്കും. എന്താ അങ്ങനെ ആരെങ്കിലും കല്യാണം ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് പൈസ ആയിട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ ചില നേരത്തെ കല്യാണത്തിന് പോകണമെന്നുള്ള കാര്യം മാതാവ് പഠിപ്പിച്ചിരിക്കും. ഉണ്ണാനും തിന്നാനും അല്ല, ഒന്നും കിട്ടാനല്ല, വല്ലതും കൊടുത്ത് കല്യാണം ഭംഗിയാക്കാൻ പോകണമെന്നുള്ള പാടും മാതാവ് പഠിപ്പിച്ചിരിക്കുന്നു. ഗലീലയിലെ കാനായിലെ കല്യാണ വീട്ടിൽ ആ യേശുവിന് മാതാവ് അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പം മാതാവിനെ ക്ഷണിച്ചില്ലേ? ക്ഷണിക്കപ്പെട്ട കാര്യം യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചുള്ളൂ. അത് മാതാവ് നേരത്തെ അറിഞ്ഞ് നേരത്തെ അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാതാവ് വരണമെങ്കിൽ ആരെ ക്ഷണിക്കണം? യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചാൽ മതി. മാതാവ് നമ്മുടെ വീട്ടിൽ. അപ്പം നിങ്ങളുടെ പിള്ളേരുടെ കല്യാണത്തിന് ഇപ്പോഴെങ്കിലും ക്ഷണിച്ചേക്കുന്നോ? എന്താ കല്യാണം കഴിക്കാത്ത പിള്ളേരുടെ, കല്യാണം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയവരുടെ, 2-ാം കല്യാണത്തിന് ഒരുങ്ങുന്നവർ ഇപ്പോഴേ ആരെ വിളിക്കണം? യേശുവിനെയും ശിഷ്യന്മാരെ ഇപ്പോഴേ വിളിച്ചു. അവരെ വിളിച്ചെന്ന് കേട്ടാൽ ആരവിടെ എത്തും? മാതാവ് നേരത്തെ എത്തും. സെൻസസ് എടുക്കാനാ, കണക്കെടുക്കാനാ. എല്ലാം കണക്കൂടെ നല്ല കണക്കറിയാവുന്ന ആളാ. അപ്പോൾ മാതാവിൻ്റെ ആ കണക്കിൻ്റെ ആ വിദ്യ നോക്കുകയും ആ വീട്ടിൽ പോയി അവിടുത്തെ ആ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ താൻ കണക്ക് കൂട്ടിയെടുത്ത വീഞ്ഞ് തികയാതിരിക്കാൻ പറ്റും. ഒട്ടുമില്ലെന്നല്ല, തികയില്ല. വേറെ ആരും ആ കണക്ക് നോക്കിയില്ല. മാത്രമല്ല വീഞ്ഞു കുടിയന്മാർ അതിനകത്തുണ്ടായിരുന്നു. ചൊളുവിൽ വീഞ്ഞു കുടിക്കാൻ വന്നവരവിടെ അവർ കണക്ക് കൂട്ടിയൊക്കെയാണ് ഏകദേശം വീഞ്ഞ് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ചോരുന്നുണ്ടായിരുന്നു. വരുന്നവർ കയറി ഈ കലവറക്കാരനെ മണിയടിച്ച് ഓരോ പക്ക അടിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തർ. അപ്പൊ അങ്ങനെ മദ്യപാനികൾ നേരത്തെ തന്നെ പോയി വീഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇവിടെ വീഞ്ഞ് അതാരറിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എത്ര കള്ളനുണ്ടെന്ന് അറിയേണ്ടത്. മാതാവ് നല്ല വിധത്തെയാണ് കള്ളന്മാരെ പിടിക്കുക. അപ്പോൾ നമ്മുടെയും നമ്മുടെ മക്കളുടെയും വീട്ടിലും നാട്ടിലും ജീവിതത്തിലും എത്ര അകത്ത് കയറുന്ന ഒളിച്ചു കയറുന്ന കള്ളന്മാര്. അതിഥിയുടെ വേഷത്തിൽ വന്ന് മോഷ്ടിക്കുന്നവരുണ്ട്, രഹസ്യമായി വന്ന് മോഷ്ടിക്കുന്നവരുണ്ട്, കൂട്ടുകാരുടെ വേഷത്തിൽ വന്ന് മോഷ്ടിക്കുന്നവരുണ്ടാകാം. ഏതായാലും ആ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കണക്ക് തെറ്റും, അവിടെ കണക്കനുസരിച്ച് തികയാതെ വരും എന്നറിഞ്ഞുകൊണ്ട് ആരോടെങ്കിലും പറഞ്ഞോ? യേശുവിനോട് മാത്രമേ ഈ സ്വഭാവം നമുക്കുണ്ടോ? നമ്മൾ ചിലപ്പോൾ ചില കുറവൊക്കെ അറിയാനിടയാകും.
അത് ഊതി വീർപ്പിച്ച് കൊട്ടി ഘോഷിച്ച് നാണം കെടുത്താനല്ലാതെ അത് പരിഹരിക്കാൻ നമ്മൾ വല്ലതും ചെയ്യാറുണ്ടോ? ദൈവം ആരുടെയെങ്കിലും കുറവ് നമ്മളെ കാണിച്ചാൽ അത് മാതാവിനോട് പറയണം, മാതാവേ നമുക്ക് കർത്താവിനോട് ഈ കാര്യം ഒന്ന് പറയാം. നിങ്ങൾ ഈ ധ്യാനം വന്നിട്ട് വരുമ്പോൾ എൻ്റെ കുറവ് നിങ്ങൾ കാണും, ഇവിടെ വരുന്നവരുടെ കുറവ് നിങ്ങൾ കാണും. കാരണം ഞാനൊരു മനുഷ്യനാണ്, വയസ്സ് 71 ഉണ്ട്, വറവിയുണ്ട്, രോഗമുണ്ട്, ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, ഒത്തിരി കാര്യമുണ്ട്. വേണ്ട പോലെ ഒന്നുമില്ല ഞാൻ ചെയ്യുന്നത്. ഞാനത് കാട്ടിക്കൂട്ടുക, ചെയ്തങ്ങ് വിടുക. ദൈവേൽപ്പിച്ച പണിയായതുകൊണ്ട് വരുന്നവർക്ക് ആസ്വദിക്കുന്നത് എനിക്ക് അറിയാവുന്ന ചെയ്യാം. നിങ്ങൾ സൂക്ഷിക്കാമെങ്കിൽ ഒത്തിരി കുറവ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഒരു അച്ഛൻ എൻ്റെ ഇവിടെ വന്ന് കുർബാനയിൽ കൂടി, അച്ഛന് വേണമെങ്കിൽ ഇന്ന് കുർബാനയില്ലെങ്കിൽ ഒത്തിരി കുറവ് കണ്ടെത്താൻ സാധിക്കും. ഞാൻ എനിക്ക് അറിയാവുന്ന ഞാനങ്ങ് ചെയ്യുക. ചില മറവികൾ കാണും, ചില തെറ്റുകൾ കാണും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഈ കുറവുകൾ കാണുമ്പോൾ ഞാനെന്തിനാ ഇവിടെ വന്നത് കർത്താവെ, അത് പരിഹരിക്കാനാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത് മാതാവിനോടും കർത്താവിനോട് പറഞ്ഞാൽ അത് പരിഹരിക്കുന്നതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. അപ്പം മാതാവ് നേരത്തെ തന്നെ ആ വീട്ടിൽ ചെന്നതിൻ്റെ ഗുണം, ആരും കണ്ടുപിടിക്കാത്ത കുറവ് കണ്ടുപിടിച്ചത് വേറെ ആരോടും പറഞ്ഞില്ല. അത് മാത്രമല്ല, അത് ആരോടേ പറഞ്ഞുള്ളൂ? കർത്താവിനോടേ പറഞ്ഞുള്ളൂ. ഈ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ചെല്ലുന്നിടത്തെല്ലാം നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, ഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. കാനാവിലെ കല്യാണ വീട് സന്തോഷഭരിതമായി. കർത്താവിനെ ദൈവപുത്രനാണെന്നും രക്ഷകനാണെന്നും അനേകർക്ക് വെളിപ്പെടുവാൻ തന്റെ അടയാളങ്ങളുടെ തുടക്കമിടുവാൻ ഈ കുറവുമില്ലായ്മയും അത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ആളാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അവസരം അതിനെ മാറ്റി. നമുക്ക് ഇതുപോലെ ഏത് വീട്ടിൽ ചെന്നാലും, ഏത് ഓഫീസിൽ ചെന്നാലും, ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ കുറവ് പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണെങ്കിൽ അത് രഹസ്യമായി പരിഹരിക്കാൻ യേശുവുമായി രഹസ്യമായി സംവിധാനം ചെയ്യാമെങ്കിൽ ആ കാര്യം ഭംഗിയാകുന്നതിൻ്റെ പ്രതിഫലവും അതിൻ്റെ വലിയ അനുഗ്രഹം നമുക്കും കിട്ടും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് വിവാഹം ആലോചിക്കുമ്പോൾ ഒരു കന്യക ഞാൻ ചെന്ന് കയറുന്ന വീട്ടിലെ കുറവ് ദൈവം എന്നെ അറിയിക്കണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരുടെ ഇരിപ്പില്ലേ? കല്യാണം കഴിക്കാത്ത ആൺപിള്ളേർ ഇരിപ്പില്ലേ? അപ്പോൾ കർത്താവ് എനിക്ക് ജീവിത പങ്കാളിയായി തരാൻ പോകുന്ന ഒരു വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടോ? അത് ഞാൻ ചെന്നിട്ട് വേണോ പരിഹരിക്കാൻ? ഏതെങ്കിലും കുറവുണ്ടെന്നാണ് ഞാനൊരു കെട്ടിക്കുമോ? ഇല്ല. അങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് ഏതെങ്കിലും വീട്ടിലെ കുറവ് പരിഹരിക്കാനാണ് നീ എന്നെ കരുതിയിരിക്കുന്നത്, എന്നെ അങ്ങോട്ട് വിട്ടേരെ എന്ന് പറഞ്ഞു പോയാൽ നീ വലതുകാലം കുത്തി വന്നുകൊണ്ടാ വീട് രക്ഷപ്പെടുന്ന ആ വീട്ടിൽ നിന്ന് സാക്ഷ്യം കിട്ടും. നീ കയറി മുടിഞ്ഞൊന്നും പറയല്ലേ, ഏതായിരിക്കും കേൾക്കാൻ പോകണം? അതുകൊണ്ട് എന്തെങ്കിലും കിട്ടാനല്ലേ എവിടെയെങ്കിലും പോകുന്നത്, എന്തെങ്കിലും കൊടുക്കാനാണ്. അങ്ങനെ കൊടുക്കാനുള്ളത് ദൈവം വിടുകയുള്ളെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഈ മാതാവിന്റെ മാതൃകയിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ താലന്ത് വ്യാപാരം ചെയ്യാനുള്ള ഒരു വേദി അവിടെ കാണും. ദൈവം നിങ്ങൾക്ക് അധികം തന്നിരിക്കുന്നത് ചെലവഴിക്കാനുള്ള കാര്യം അവിടെ കാണും. അങ്ങനെ കൊടുത്തും വാങ്ങിച്ചുമാണ് ജന്മസാഫല്യം എന്നുള്ള കാര്യം ഓർപ്പിക്കുക. ഈ മനോഭാവം ആർജിച്ചെടുക്കാമെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഇങ്ങോട്ട് വരേണ്ടത് അങ്ങോട്ട് കൊടുക്കാൻ മുമ്പേ പറഞ്ഞ കർത്താവിന്റെ ഗിരിപ്രഭാഷണം മാതാവിൽ നിന്ന് കർത്താവ് പഠിച്ചു കാട്ടി. 30 കൊല്ലം മാതാവിൻ്റെ കൂടെ താമസിച്ചപ്പോൾ കർത്താവ് പഠിച്ച കാര്യമാണ് മറ്റുള്ളവർ ഇങ്ങോട്ട് തരേണ്ടത് ആദ്യം അങ്ങോട്ട്. ആ പാഠം നമ്മളെ ഇതാ മാതാവ് പഠിപ്പിച്ചിരിക്കുന്നു. ഇന്നത്തേക്ക് ഇത്രയും പോരെ? അങ്ങനെയാണെങ്കിൽ 50 നോയമ്പ് അതിനായിക്കോട്ടെ. അതുകൊണ്ട് നമുക്ക് ആരെല്ലാം എന്തെല്ലാം തരാതെ പോയാലും അത് ഞാൻ അറിഞ്ഞത് എന്തിനാണ്? ഞാൻ എൻ്റെ വിളഭൂമിയിൽ ആത്മഫലങ്ങൾ വിളയിച്ചത് അങ്ങോട്ട് കൊടുത്തിട്ട് എന്നിൽ ദൈവമുണ്ടെന്നും യേശു ഉണ്ടെന്നും ദൈവകൃപയുണ്ടെന്നും ദൈവത്തിന്റെ മകളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണെന്നുള്ള ആ ബോധത്തോടുകൂടി നമുക്ക് ഇതാ വേദികൾ തുറന്നു കിടക്കുന്നു. കുറ്റങ്ങളെ മറ്റുള്ളവരുടെ ദൈവത്തോടല്ലാതെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഇപ്പോഴായിരുന്നു ക്ഷമ ചോദിച്ചു, ദൈവമേ ക്ഷമിക്കണം, ഞാൻ കുറ്റം കൊട്ടി ഒഴിച്ച് നടന്നു, എന്നാ ഗുണമുണ്ടായി? അതുകൊണ്ട് അവരൊരു ഗുണവും ഉണ്ടായില്ല, അനുഗ്രഹം നഷ്ടപ്പെട്ടല്ലോ. ഓരോ വാക്കിന് ന്യായതയുണ്ടെന്നുള്ള ബോധത്തിൽ വന്നുപോയ കുറവുകൾക്ക് പരിഹാരം വരുത്താൻ നമുക്ക് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ 50 നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഞങ്ങളായിരിക്കുന്ന വീട്, ആയിരിക്കുന്ന സഭ, ആയിരിക്കുന്ന പള്ളി, ധ്യാനമന്ദിരം, പോകുന്ന ഇടം, അവിടെയെല്ലാം ഞങ്ങൾ പല കുറവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളത് കർത്താവിനോടല്ല പറഞ്ഞത്, വേറെ ആരോടൊക്കെയോ പറഞ്ഞു, എങ്ങനെയൊക്കെയോ പറഞ്ഞു. അത് ദൈവനാമം ദുഷിപ്പിച്ചു. അത് ഞങ്ങളുടെ പേരിൽ കേസായിട്ട് കിടക്കുന്നു. മാതാവിനെ പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ കൃത്യസമയത്ത് എത്തിച്ചേരുക. ഞങ്ങളെ കർത്താവിനെയും അപ്പോസ്തലന്മാരെ ക്ഷണിച്ച ഇടങ്ങളിലൊക്കെയും രഹസ്യമായി പോയി അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് പരിഹരിപ്പാൻ കർത്താവിനോടൊത്ത് കൃപയും കൃപാവരങ്ങളും ചൊല്ലിപ്പ് ജന്മസാഫല്യം ഉടയുവാൻ ഈ നോമ്പിലെ ഉപവാസവും പ്രാർത്ഥനയും ഉതകുമാറാകണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിട്ട് തന്നെ.